തമിഴ് ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, എങ്കും മനിതർ ഉനൈ തേടി ഇരവും പകലും അലൈക്കിൻറാർ, എങ്കും ഉള്ളത് ഉൻ വടിവാം എനിനും കുരുടർ കാൺപാരോ, എങ്കും എഴുവത് ഉൻ കുരുളാം എനിനും ചെകിടർ കേൾപ്പാരോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾക്കൊന്ന് വിശകലനം ചെയ്താൽ, എങ്കും മനിതർ ഉനൈ തേടി, എല്ലായിടത്തും മനുഷ്യർ അവനെ തേടുന്നു, അവനെ കാണുന്നില്ല. കാരണം അന്ധരായവർക്ക് കാണാനാവില്ലല്ലോ. അവനെ കേൾക്കുന്നുണ്ട്, എന്നാൽ അവനെ കേൾക്കാനാവുന്നില്ലല്ലോ. കാരണം ചെകിടർക്ക് എങ്ങനെ കേൾക്കാനാകും? ഇങ്ങനെ ചെകിടരും അന്ധരും മൂകരുമായി അധിവസിക്കാമായിരുന്ന ജനതയുടെ നടുവിലേക്ക് ദൈവം അയച്ച ഈ പ്രഭാപുഞ്ചത്തിൻ്റെ മുൻപിൽ നമുക്ക് കൂപ്പുകരങ്ങളോടെ നിൽക്കാം. തൻ്റെ ചുറ്റുമുള്ളവരെ അറിഞ്ഞ്, തന്നെ അറിഞ്ഞ്, തൻ്റെ സഹചരെ അറിഞ്ഞ് അവരിലേക്ക് സർവവ്യാപിയായ ദൈവത്തെ പകർന്നു കൊടുത്ത ഒരു പ്രോജ്വല താരകത്തിൻ്റെ ഉദയത്തിന് മുൻപിൽ നാം നിൽക്കുമ്പോൾ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ജ്വലിക്കുന്നവയ്ക്ക് മറ്റുള്ളവയെ ജ്വലിപ്പിക്കാനാവും, കത്തുന്നവ മറ്റുള്ളവയെ കത്തിക്കും. ചാവറ പിതാവ് കത്തി ജ്വലിച്ച താരകമാണ്. വിശ്വാസ ജീവിതത്തിലൂടെ, സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ, മാനുഷിക നന്മയുടെ പ്രസരണത്തിലൂടെ തൻ്റെ ചുറ്റുപാടുകളെ കത്തി ജ്വലിപ്പിച്ചു. ഈ ജ്വാല കുടുംബങ്ങളിൽ അഗ്നിയായി പരിലസിച്ചത് നാം കണ്ടു. ക്രൈസ്തവ കുടുംബങ്ങളെന്നല്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏതു മനുഷ്യനെയും ശുദ്ധീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ജീവിതത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും പുറപ്പെട്ട ജ്വാലകൾ വ്യക്തിയെ കത്തിച്ചു, വ്യക്തി കുടുംബങ്ങളെ കത്തിച്ചു, കുടുംബം സമൂഹത്തെ കത്തിച്ചു, സമൂഹം രാഷ്ട്രത്തെ കത്തിച്ചു. അങ്ങനെ ലോകം മുഴുവൻ കത്തിപ്പടർന്ന് മനുഷ്യനിലെ അന്ധകാരം നിർവീര്യമായി, അവനിലെ മാലിന്യങ്ങൾ ഉരുകി ഒഴുകി അലിഞ്ഞുപോയി. അതുവഴിയായി വ്യക്തിപ്രഭ പരിശോഭിതമായ രംഗമാണ് ഈ ഭാരതത്തിൽ, കേരളത്തിൽ ക്രൈസ്തവ സഭയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. സ്നേഹം നിറഞ്ഞ പിതാവിൻ്റെ പരിലാളനയും പരിപോഷണവും പ്രത്യേക സ്നേഹവും പരിശുദ്ധിയും എല്ലാം ഏറ്റുവാങ്ങിയ അനേക ജന്മങ്ങളും അനേക പ്രസ്ഥാനങ്ങളും നമ്മുടെ നാടിനെ ഇന്ന് പ്രോജ്വലമാക്കിയിട്ടുണ്ട്. CMI CMC സഭകളുടെ സ്ഥാപനത്തിലൂടെ ഈ ഏകദേശീയ സഭകൾ വഴിയായിട്ട് വിദ്യാഭ്യാസ രംഗം, സാമൂഹിക സമുദ്ധാരണ രംഗം, ആതുര സേവന രംഗം തുടങ്ങിയിട്ടുള്ള നിരവധിയായ രംഗങ്ങളെ പ്രോജ്വലിപ്പിക്കുവാൻ സന്യാസ സഭകളുടെ സ്ഥാപനത്തിലൂടെ കഴിഞ്ഞ പിതാവിന് സഭയെ നവീകരിക്കുവാൻ, ആരാധനക്രമത്തെ ക്രമീകരിക്കുവാൻ, ശീസ്മയെ ദുരീകരിക്കുവാൻ, ചുറ്റുപാടുകളെ പ്രഭയുള്ളതാക്കി തീർക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ പ്രഭയുടെ മുൻപിൽ നമുക്ക് നമ്ര ശിരസ്കരായി തീരാം. പരിശുദ്ധമായ ജീവിതത്തെ അനുകരിക്കുമ്പോൾ നമുക്കും മനസ്സിൽ ഇങ്ങനെ പാടാം: അജ്ഞതയെയും അശുദ്ധിയെയും വറുതികളെയും കളങ്കങ്ങളെയും കത്തിജ്വലിപ്പിച്ച് ഒലിപ്പിച്ച് കറതീർത്ത രശ്മിയെ, ആ ജ്വാലയെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ നമ്ര ശിരസ്കരാകുന്നു, കൈതൊഴുന്നു. പിതാവിൻ്റെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.